തലമുറകളുടെ ചിരകാല സ്വപ്നം സഫലമാവും. വേമ്പനാട് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പെരുമ്പളം പാലം മാർച്ച് 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. പെരുമ്പളത്ത് ഉത്സവാന്തരീക്ഷം. തലമുറകളായുള്ള ഒരു ജനതയുടെ സ്വപ്നം സഫലമാവും. പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നം പെരുമ്പളം പാലം യാഥാർത്ഥ്യമാവുന്നു. മാർച്ച് 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പളം പാലം നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ പരിപാടികളാണ് പെരുമ്പളം ദ്വീപിലും നടന്നു വരുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 കോടി രൂപ ചിലവഴിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് പെരുമ്പളം പാലം നിർമ്മിച്ചത്. മാർച്ച് 7-ന് പകൽ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം നാടിന് സമർപ്പിക്കും. പെരുമ്പളത്ത് പാലത്തിന് സമീപത്താണ് ഉദ്ഘാടന വേദി. മന്ത്രി PM മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനാകും. മന്ത്രിമാരായ KN ബാലഗോപാൽ, സജി ചെറിയാൻ, P പ്രസാദ്, ആലപ്പുഴ MP KC വേണുഗോപാൽ, മുൻ മന്ത്രിമാരായ TM തോമസ് ഐസക്, G സുധാകരൻ, മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. KRFB പ്രോജക്ട് ഡയറക്ടർ M അശോക് കുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ്, KSTP ചെയർമാൻ CB ചന്ദ്രബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത, പെരുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് CR ഗിരീഷ് എന്നിവർ സംസാരിക്കും. ദലീമ ജോജോ MLA സ്വാഗതവും KRFB സൗത്ത് സർക്കിൾ ടീം ലീഡർ PR മഞ്ജുഷ നന്ദി പറയും. പെരുമ്പളം പാലം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമകേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ തുടരുകയാണ്. 3-ാം ദിവസം പുതുക്കാട് ക്ഷേത്ര മൈതാനിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷംനാസ് കരീം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K അഭിലാഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം KA ജയകുമാർ സംസാരിച്ചു. പ്രസിദ്ധ വയലിൻ വാദകൻ സന്ദീപ് കുന്നുംപ്രവും സംഘവും വയലിൻ ഫ്യൂഷൻ അവതരിപ്പിച്ചു. നാട്ടിലെ പ്രൊഫഷണൽ ഗായകരും മറ്റും അണിചേർന്ന് പാടാം നമുക്ക് പാടാം പാട്ടരങ്ങും അരങ്ങേറി. വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് പെരുമ്പളം പാലം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പെരുമ്പളം ദ്വീപിന്റെ വിവിധ സ്ഥലങ്ങളിലായി നടക്കുന്നത്. പെരുമ്പളവും പരിസരവും ഉത്സവാന്തരീക്ഷത്തിലാണ്.